everyone, welcome to Talshiri Food Court. ഇന്നൊരു അടിപൊളി ഷെസ്വാൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഇത് വൈറ്റ് സോസ് പാസ്ത പോലെയാണെങ്കിലും അതിലും ടേസ്റ്റിയാണ്. സോ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആദ്യം ഷെസ്വാൻ സോസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 5 വറ്റൽമുളക് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് വേണം, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വേണം, കുറച്ച് ഒലിവ് ഓയിൽ വേണം, 1 ടേബിൾ സ്പൂൺ സോയ സോസ് വേണം, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി വേണം, വിനെഗറും കൂടി വേണം. ആദ്യം വറ്റൽമുളക് അരച്ചെടുക്കുകയാണ് വേണ്ടത്. കുതിർത്ത് വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. അത് ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. കൈകൊണ്ടൊന്നും ഈ മുളക് തൊട്ടു പോകാതെ ശ്രദ്ധിക്കുക, ഭയങ്കര എരിവായിരിക്കും. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടാവുമ്പോൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വറ്റൽമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ പച്ച കുത്തൊക്കെ മാറുന്നത് വരെ നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം തിളപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഷെസ്വാൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി ഓറഞ്ച് ക്യാപ്സിക്കവും പകുതി ഗ്രീൻ ക്യാപ്സിക്കവുമാണ് എടുത്തിട്ടുള്ളത്. സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സെലറി ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് സമയം വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെക്കാം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പെനി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയിനോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് കട്ടായി കിട്ടണം. ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റേ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അരിച്ചു മാറ്റാം. വൈറ്റ് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം.
ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പേ ലസാനിയുടെ റെസിപ്പിയിൽ കാണിച്ചതാണ്. കാണാത്തവർക്കാണ് വീണ്ടും കാണിക്കുന്നത്. ഇതുപോലെ മൈദയുടെ റോ സ്മെല്ല് മാറുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഒഴിക്കേണ്ടത്. ആദ്യം കുറച്ചൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് തിക്കായി വരുന്നത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം സെലറിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതിന് ശേഷം മുറിച്ചെടുത്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച പാസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഫൈനലി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ അടിപൊളി ഷെസ്വാൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ വൈറ്റ് സോസ് പാസ്ത കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. ഈ ഒരു പാസ്തക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ത്രെഡ് ചിക്കൻ്റെ റെസിപ്പിയിൽ ചിക്കൻ എന്തിലായിരുന്നു കോട്ട് ചെയ്തത്? ആൻസർ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക്